ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യം എല്ലാവർക്കും ചാന്ദ്രദിന ക്യൂസ് പാർട്ട് 3ലേക്ക് സ്വാഗതം. ഇവിടുത്തെ 20 ചോദ്യങ്ങളും മൊത്തം 50 ചോദ്യങ്ങളുടെ PDF ഫയൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കൂട്ടുകാർക്ക് അവിടെ ചെന്ന് ഡൗൺലോഡ് ചെയ്ത് വീട്ടിലിരുന്ന് തന്നെ ചാന്ദ്രദിനം പഠിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഈ PDF ഫയൽ ഷെയർ ചെയ്യാനും കൂട്ടുകാർ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം: ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ച വ്യക്തി? ഉത്തരം: ജെയിംസ് ഇർവിൻ. ചോദ്യം: ഇന്ത്യക്ക് വേണ്ടി ചന്ദ്രനിലെ ലോഹഫലകത്തിൽ സന്ദേശം നൽകിയത് ആര്? ഉത്തരം: PV ഗിരി, ആക്ടിംഗ് പ്രസിഡൻ്റായിരുന്നു. ചോദ്യം: VV ഗിരി ചന്ദ്രനിലെ ലോഹഫലകത്തിൽ നൽകിയ സന്ദേശം? ഉത്തരം: മനുഷ്യകുലത്തിന് നന്മ വരാൻ ചന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ. ചോദ്യം: ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം? ഉത്തരം: ലൂണാർ റോവർ. ചോദ്യം: അപ്പോളോ സീരീസിലെ അവസാന പേടകം? നാസയുടെ പ്രശസ്തമായൊരു ചാന്ദ്ര ദൗത്യമായിരുന്നു അപ്പോളോ. അതിലെ അവസാന പേടകം? ഉത്തരം: അപ്പോളോ 17. ചോദ്യം: അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി? ഉത്തരം: യൂജിൻ സെർമാൻ. ചോദ്യം: ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ അമേരിക്കൻ പേടകം? ഉത്തരം: റേഞ്ചർ 4. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ അമേരിക്കൻ പേടകം റേഞ്ചർ 4 ആണ്. ചോദ്യം: ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം? നമുക്ക് എല്ലാവർക്കും അറിയാം. ഉത്തരം: ചന്ദ്രയാൻ 1. ചോദ്യം: ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകം തിരികെ എത്തിച്ച് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം? ഉത്തരം: ചൈന. ചോദ്യം: നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യം നിർമ്മിച്ച കേന്ദ്രം? ഉത്തരം: ISRO സാറ്റലൈറ്റ് സെൻറ്റർ ബാംഗ്ലൂർ. ചോദ്യം: ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം: 2008 ഒക്ടോബർ 22. ചോദ്യം: ചന്ദ്രയാൻ 1 എത്ര ദിവസമാണ് പ്രവർത്തന നിരതമായിരുന്നത്? എത്ര ദിവസം അത് പ്രവർത്തിച്ചു? ഉത്തരം: 312. ഒരിക്കൽ കൂടി കൂട്ടുകാരെ ഓർമ്മിപ്പിക്കുന്നു, 50 ചോദ്യങ്ങളുടെ PDF ഫയൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കൂട്ടുകാർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ചോദ്യം: ചന്ദ്രനിൽ പതാക പാറിച്ച 4ാമത്തെ രാജ്യം? ഉത്തരം: ഇന്ത്യ. ചോദ്യം: മൂൺ മിനറലോജി മാപ്പർ നിർമ്മിച്ചത് ആര്? ഉത്തരം: നാസ. ചോദ്യം: ചന്ദ്രനിലിറങ്ങിയ ചൈനയുടെ ആളില്ലാത്ത ബഹിരാകാശ പേടകം? ഉത്തരം: ചാങ് 3. ചോദ്യം: ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ 2ാമത്തെ പദ്ധതി? ആ പദ്ധതിയുടെ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം: ചന്ദ്രയാൻ 2. ചോദ്യം: ചന്ദ്രയാൻ 2ന് ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം? ഇന്ത്യയുമായി ഒരു രാജ്യം സഹകരിച്ചു, അങ്ങനെയാണ് നമ്മളത് വിക്ഷേപിച്ചത്. ആ രാജ്യത്തിൻ്റെ പേര്? ഉത്തരം: റഷ്യ. ചോദ്യം: ചന്ദ്രനിലെ മഞ്ഞുപാളികൾ കണ്ടെത്തിയ ഉപകരണം? പലതരം ഉപകരണങ്ങൾ നമ്മൾ ചന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഈ ഉപകരണത്തിൻ്റെ പേര്? മിനിസാർ. മഞ്ഞുപാളികൾ കണ്ടെത്തിയത് മിനിസാർ. ചോദ്യം: ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി? ഉത്തരം: അലൻ ഷെപ്പേർഡ്. ചോദ്യം: ചൈനീസ് ഐതിഹ്യ പ്രകാരം ചന്ദ്രൻ്റെ ദേവത? നമ്മൾ ഓരോ ഐതിഹ്യങ്ങൾ പ്രകാരം ഓരോരുത്തരും ദേവതമാരുണ്ട്. അപ്പോൾ ചന്ദ്രൻ്റെ ദേവത? ഉത്തരം: ചാങ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. PDF ഫയൽ കൂട്ടുകാർ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. സൈനിങ് ഓഫ്, വിക്യു.